الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ഉടമസ്ഥനാണ്. സമയകാലങ്ങളെ ശരീഅത്തുമായിട്ട് ബന്ധിപ്പിക്കണമെങ്കിൽ ഇത്തിബാഅ് വേണം. ഏതൊരു അമലും സഹീഹാകുന്നത് രണ്ട് ഷർത്തോടുകൂടിയാണ്. ഒന്ന് ഇഖ്ലാസ് ഷർത്താണ്, അഥവാ തൗഹീദ് ഷർത്താണ്. ഇഖ്ലാസ് തൗഹീദ്, ഇഖ്ലാസിൽ നിഷ്കളങ്കത എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം വെച്ച് നാം കൊളാക്കിയതാണ്. ഇഖ്ലാസിന്റെ അർത്ഥം തൗഹീദാണ്. മുഖ്ലിസീന ഐ മുവഹിദീന. അള്ളാഹുവിന് നൽകുന്ന ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പറയാറുണ്ട്, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കലാം. എന്താണ് ഇഖ്ലാസ്? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു തആലക്ക് മാത്രമായി ചെയ്യുക, അതിന്റെ പേരാണ് ഇഖ്ലാസ്. അതാണ് തൗഹീദ്. മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അവിടെ ഉലമാക്കൾ തഫ്സീർ പറഞ്ഞത് ഐ മുവഹിദീന എന്നാണ്. അപ്പൊ ഇഖ്ലാസ് എവിടെ കേട്ടാലും നമ്മൾ എന്തർത്ഥം വെച്ചോളണം? തൗഹീദ് എന്നർത്ഥം വെച്ചോളണം. അപ്പൊ ഏതൊരു കാര്യവും അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് ഇഖ്ലാസാണ്.
ആ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് ഇത്തിബാ ആണ്. ആ ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണിച്ചു തന്ന റൂട്ടനുസരിച്ച് മാത്രമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള തൗഹീദ് മാത്രമേ നാം ചർച്ച ചെയ്യാറുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹിലുള്ള തൗഹീദ് ചർച്ച ചെയ്യാറില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിലുള്ള തൗഹീദ് എന്താണ്? ഇത്തിബാ മുഹമ്മദ് നബിക്ക് മാത്രമായിരിക്കുക എന്നാണ്. ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമായിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള തൗഹീദ്. ആ ഇബാദത്ത് ചെയ്യുന്ന രീതി മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണിച്ചു തന്നത് മാത്രമായിരിക്കുക, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹിലുള്ള തൗഹീദ്. അതിന് സാധാരണ തൗഹീദ് എന്ന് പറയാറില്ല, ഇത്തിബാ എന്നാ പറയുക. കാരണം അള്ളാഹു ഉപയോഗിച്ച വാക്കതാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഇനെ പറ്റി പറഞ്ഞത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഇന് മലയാളത്തിൽ അനുകരണം എന്നർത്ഥം വെക്കാം. ഇത്താഅത്തിന് അനുസരണം എന്നും ഇത്തിബാഇന് അനുകരണം എന്നും അർത്ഥം വെക്കാം. ഒരു കാര്യം അനുസരണമാകണമെങ്കിൽ അത് നിയമവുമായി മാത്രം ബന്ധപ്പെട്ടാൽ മതി, ശരീരത്തിലുണ്ടായാൽ മതി. അതനുസരിച്ചാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് ഇത്താഅത്ത് എന്നാ പറയുക. ആ ഇത്താഅത്ത് ഇത്തിബാ അനുസരിച്ചായിരിക്കണം. അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത് അനുകരണത്തോടുകൂടി ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു നാടൻ ഉദാഹരണം, താടിയുടെ കാര്യം എടുക്കും. 3 തരത്തിലുള്ള താടിയുണ്ട്. ശരീരത്തിന്റെ ഏത് വിഷയം എടുത്തു നോക്കിയാലും 3 കാര്യങ്ങൾ അതിൽ കാണാം. അതിൽ ഒന്നാമത്തത് എന്താണ്? മഅസിയത്തിന്റെ താടി, പാപകരമായ താടി, ഹറാമിന്റെ താടി. രണ്ടാമത്തത് ഇത്താഅത്തിന്റെ താടി, മൂന്നാമത്തത് ഇത്തിബാഇന്റെ താടി. ഹറാമായ താടി ഏതാണ്? ഹൽഖുൽ ലിഹ്യ, താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ്. പൂർണ്ണമായി 4 ഇമാമിങ്ങളും 100% ഇജ്മാഅോടുകൂടി പറഞ്ഞ വിഷയമാണ് താടി വടിക്കൽ ഹറാമാണെന്നുള്ള കാര്യം. ഹറാമല്ല എന്നുള്ള കാര്യം ആർക്കും അഭിപ്രായമില്ല. കാരണം അഷ്റഫുൽ ഖൽഖിന്റെ കൽപ്പനയാണ്. വാചികമായ കൽപ്പനയും പ്രാവർത്തികമായ കൽപ്പനയും വന്നാൽ അതിന്റെ ഹുക്മ വാജിബാണ്. റസൂലുള്ളാഹി തങ്ങൾ നാവുകൊണ്ട് പറഞ്ഞു, അതോടൊപ്പം നമ്മൾ അത് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഹുക്മ ഹദീസിന്റെ നിദാനശാസ്ത്രം അനുസരിച്ച് വാജിബാണത്. വളരെ ഒരുപാട് കാര്യങ്ങൾ, മുന്നറിയിപ്പുകളും പ്രോത്സാഹനങ്ങളും താടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയാൻ വേണ്ടി കേട്ടതാണ്. ഇപ്പൊ മഅസിയത്തിന്റെ താടി, പാപകരമായ താടി, ഹറാമിന്റെ താടി. രണ്ടാമത്തത് ഇത്താഅത്തിന്റെ താടി, അനുസരണത്തിന്റെ താടി. ഇവിടെ എന്താണ് അനുസരണം? അള്ളാഹുവിന്റെ അള്ളാന്റെ റസൂലിന്റെയും നിയമത്തെയാണ് അനുസരിക്കുന്നത്. നിയമത്തെയാണ് അനുസരിക്കുന്നത്. നിയമപരമായി അയാൾ ശരീഅത്തനുസരിച്ച് ജീവിച്ച ആളാവും. ഒരു താടി ഇത്താഅത്തിന്റെ താടി ആകണമെങ്കിൽ അതിന്റെ സിഫത്ത് എന്താണ്? ഇമാം ഷാഫി റഹ്മഹുല്ലാഹി വിശദീകരിച്ചത് എന്താണ്? 2 മനുഷ്യർ തമ്മിൽ അഭിമുഖം, സംഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ തഖാത്തുബിന്റെ സമയം, അഭിമുഖം നടത്തുന്ന സമയം, രോമങ്ങൾക്കിടയിലൂടെ തൊലിയുടെ നിറം കാണാൻ പാടില്ല. അപ്പോഴേ ഇത്താഅത്തിന്റെ താടിയാവുള്ളൂ. രോമങ്ങൾക്കിടയിലൂടെ തൊലിയുടെ നിറം കാണാത്ത രീതിയിൽ രോമങ്ങൾ ഉണ്ടാകും. അപ്പോഴേ ഇത്താഅത്തിന്റെ താടിയാവുള്ളൂ. ഒരാൾ പഠിക്കുന്നില്ല, പക്ഷെ അയാൾ കംപ്ലീറ്റ് 0-ൽ ട്രിം ചെയ്യുകയാണ്. അപ്പൊ തൊലിയുടെ നിറം കാണാം. ഹറാമെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പഠിക്കുന്നില്ല എന്നതുകൊണ്ട് ഹറാമെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ശരീഅത്തനുസരിച്ചാകണമെങ്കിൽ, ഇത്താഅത്തനുസരിച്ചാകണമെങ്കിൽ അത്രയെങ്കിലും താടി വേണം. നമ്മുടെ കേരളക്കാർ പൊതുവെ അതിൽ ഷാഫി താടി എന്നാ പറയുക. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മാത്രമേ അത്രയും ഒരു ലഘൂകരണം താടിക്ക് തന്നിട്ടുള്ളൂ. ഇമാം അബൂ ഹനീഫ അതൊരിക്കലും പാടില്ല എന്നാണ്. ഒരു പിടിയെങ്കിലും താടിയില്ലാത്തവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് വരെ ഇമാം അബൂ ഹനീഫ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മറ്റെല്ലാ ഇമാമികളും അക്കാര്യത്തിൽ അഭിപ്രായക്കാരാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് മാത്രമേ കുറച്ച് ലഘുവാക്കി പറഞ്ഞു തന്നിട്ടുള്ളൂ ഈ തഹാത്തുബിന്റെ വിഷയം. അതാണ് ഇത്താഅത്തിന്റെ താടി, അനുസരണത്തിന്റെ താടി. അഥവാ ശരീഅത്തനുസരിച്ച് അവൻ അമൽ ചെയ്തവനാണ്, അവൻ കുറ്റക്കാരനാകുകയില്ല. ശരീഅത്തനുസരിച്ച് അവനെ സാക്ഷിക്ക് പറ്റും. അതുകൊണ്ടാണ് താടി പഠിക്കുന്ന ആളെ സാക്ഷിക്ക് പറ്റൂല എന്ന് ഇമാമികൾ അഭിപ്രായം പറഞ്ഞത്. നിക്കാഹിന്റെ സാക്ഷി,
അതേപോലുള്ള സാക്ഷി ആവശ്യമായ ശരീഅത്ത് കോടതി സാക്ഷി ആവശ്യമായ വിഷയത്തിൽ താടി പഠിക്കുന്ന ആളെ സാക്ഷിക്ക് ഇസ്ലാം സ്വീകരിക്കൂല. കംപ്ലീറ്റ് നിക്കാഹിന്റെ സദസ്സിൽ ഏതൊക്കെ ആരെക്കൊണ്ടെങ്കിലും ഒപ്പിടിപ്പിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. പറ്റുകയില്ല. താടിയുള്ളവർക്ക് മാത്രമേ സാക്ഷിയാകാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവരെ മാത്രമേ സാക്ഷിയാക്കാൻ പറ്റുള്ളൂ. അവൻ മാത്രമാണ് ആദിൽ. അദാലത്ത്, നീതി അവരിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ക്ലീൻ ഷേവുകാരന് നീതി ഉണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇതാണ് ഇത്താഅത്തിന്റെ താടി. മൂന്നാമത്തത് ഇത്തിബാഇന്റെ താടി, അനുകരണത്തിന്റെ താടി. ആദ്യം പറഞ്ഞത് അനുസരണത്തിന്റെ താടി. ശരീഅത്തനുസരിച്ച് അവൻ തെറ്റ് ചെയ്തവനല്ല. അൽഹംദുലില്ലാഹ്, അത്രയെങ്കിലും ഖൈർ. അൽഹംദുലില്ലാഹ്, അവര് തെറ്റ് നിൽക്കപ്പെട്ടു എന്നുള്ളത് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന്റെ മുകളിലുള്ളതിനെ, ഇതിനെ നിരാശപ്പെടുത്തുകയല്ല. ചുരുങ്ങിയപക്ഷം മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ ഇത്താഅത്തെങ്കിലും സ്വീകരിച്ചവരായിരിക്കണം, മുതീഇകളായിരിക്കണം. അത്തിഉല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം. അള്ളാഹിന്റെ നിയമത്തെയാണ് അനുസരിക്കുന്നത്. വഅത്തിഉർ റസൂല, റസൂലിനെ അനുസരിക്കണം. അനുകരണം പറഞ്ഞിടത്ത് അള്ളാഹിനെ അനുകരിക്കുക എന്ന് പറഞ്ഞില്ല. ഇത്തിബാഉല്ലാഹ് ഉണ്ടാ. അള്ളാഹിനെ അനുകരിക്കാൻ കഴിയുമായിരിക്കെങ്കിലും അനുസരിക്കാൻ കഴിയും, അനുകരിക്കാൻ കഴിയില്ല. അനുകരണം റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എന്താണ് അനുകരണം? റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണോ ആ കർമ്മം നിർവഹിച്ചത് അതേപോലെ നിർവഹിക്കുക. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, താടിയെ നിങ്ങൾ സമൃദ്ധിയായി വളർത്തുക. റസൂലുള്ളാഹിക്ക് അങ്ങനെയായിരുന്നു. വഫാത്താകുന്നത് വരെ താടി തൊട്ടിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 1,24,000 സഹാബാക്കളിൽ രണ്ടോ ആൾക്ക് താടി ഇല്ലായിരുന്നു, താടി മുളച്ചിട്ടില്ലായിരുന്നു. താടി വെടിച്ച ഒരൊറ്റ സഹാബി പോലും അഷ്റഫുൽ ഖൽഖിന്റെ സഹാബാക്കളുടെ കൂട്ടത്തിലില്ല. ഒരാളെ പോലും കാണിച്ചു തരാൻ കഴിയില്ല. താടി തീരെ ഇല്ല. തങ്ങളില്ല. ചില ആൾക്കാര് മനുഷ്യക്കാർക്കൊന്നും താടി തീരെ ഉണ്ടാവില്ല. ഇതൊന്നും നിവർത്തിയില്ല. എന്നാലും അൽഹംദുലില്ലാഹ് ഇത്തിബാ ആഗ്രഹിക്കുന്നവർ ആ 2 രോമം 3 രോമം ഇങ്ങനെ വളർത്തും. അവർക്ക് താല്പര്യം ഇത്തിബായോടാണ്. എന്റെ ഹബീബ് അങ്ങനെയാണ്. എനിക്കത്രേ അള്ളാഹ് തന്നിട്ടുള്ളൂ. ആ ഉള്ളത് വെച്ച് ഞാൻ മുത്തബിയാകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ വിഷയങ്ങളിൽ ഇത്തരം 3 കാര്യങ്ങൾ ഓരോ വിഷയത്തിൽ എടുത്തു നോക്കിയാലും, വസ്ത്രം എടുത്തു നോക്കി, വസ്ത്രം, ഒരു പുരുഷന്റെ വസ്ത്രം, അതിന് മഅസിയത്തിന്റെ വസ്ത്രമുണ്ട്, ഇതാഅത്തിന്റെ വസ്ത്രമുണ്ട്, ഇത്തിബാഇന്റെ വസ്ത്രമുണ്ട്. മഅസിയത്തിന്റെ വസ്ത്രം ഏതാ? ഔറത്ത് വെളിവാക്കിക്കൊണ്ടുള്ള ഒരു ഷഡ്ഡി മാത്രം ഉടുത്തിട്ട് എത്തൽ, ഒരു ബനിയനും ഷഡ്ഡി ഉടുത്തിട്ട് നടന്നാൽ അവനെ ഹറാമായ വസ്ത്രം ധരിച്ചവനാണ്. കാരണം പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലം നിർബന്ധമായിട്ട് മറച്ചിരിക്കണം. മുട്ടിന് മുകളിൽ ഒരു അംശം പോലും കാണാൻ പറ്റുകയില്ല. അവിടെ ഔറത്ത് മുട്ടുപൊക്കളുടെ ഇടയിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചിലര് നിസ്കാരത്തിന്റെ ഔറത്താണ്, ഈ മുദ്രയ്ക്കുന്ന ഈ മറ്റേത് മൊത്തം മറച്ചാൽ മതി എന്ന് ചിലർ അഭിപ്രായം പറഞ്ഞതായിട്ട് പിൻകാലക്കാര് പറയാറുണ്ട്. ഇല്ല, അടിസ്ഥാനവുമായിട്ട് വെച്ച് നോക്കിയാൽ എങ്ങനെയാണ്? സഹാബാക്കൾ 100% ഇത്താഅത്തിന്റെ വസ്ത്രം ധരിച്ചവരായിരുന്നു. മൂന്നാമത്തത് ഇത്തിബാഇന്റെ. അപ്പൊ അതൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ഔറത്ത് മറക്കാൻ പാകത്തല്ല ഏത് വസ്ത്രം തിരക്കാടില്ല. ചില നാട്ടിന്റെ രീതി അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നല്ല ഷർട്ടും പാൻറ്റും ആയിരിക്കും. അങ്ങനെ ചിലപ്പം ടീഷർട്ടും പാൻറ്റും ആയിരിക്കും. അതൊന്നും വിഷയമല്ല. ഔറത്ത് മറച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് രണ്ടാമത്തെ വിഷയം, ഇത്താഅത്തിന്റെ വിഷയം. ഔറത്ത് മറച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിയമപരമായി ജീവിക്കുന്നവനാണ്. ഒരുത്തൻ താടി വടിക്കാറില്ല, പക്ഷെ ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്ന ഒരുത്തനാണ്. അവനെ സാക്ഷിക്ക് പറ്റൂലേ? തീർച്ചയായിട്ടും പറ്റൂല. കാരണം ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്നവനാണ്. മൂന്നാമത്തത് ഇത്താഅത്തിന്റെ ഇത്തിബാഇന്റെ വസ്ത്രം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരം മുഴുവനും മറയത്തക്ക വിധത്തിലുള്ള വസ്ത്രമായിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലുള്ള ഫാഷന്റെ രീതി അനുസരിച്ച് വെളുത്ത വസ്ത്രത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യം. കളറുള്ള വസ്ത്രം റസൂലുള്ളാഹി തങ്ങൾ ധരിച്ചിട്ടുണ്ട്. ചില സമയത്തൊക്കെ കറുത്ത് ധരിച്ചിട്ടുണ്ട്, ചില സമയത്ത് ചുവപ്പ് ധരിച്ചിട്ടുണ്ട്. കുങ്കുമത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് ഒരു സഹാബി വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇത് നിനക്ക് ശരിയാവില്ല, നിന്റെ ഭാര്യയെ കൊണ്ട് കൊടുത്താൽ മതിയെന്ന്. പെണ്ണുങ്ങൾക്ക് ഏത് കളറും ആവാം, അതിൽ നിന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയത്തിന് സ്ത്രീകളുടെ കാര്യം എടുക്കും, സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ കാര്യം എടുക്കും. 3 രീതിയാണ്. ഒന്ന് ഹറാമിന്റെ വസ്ത്രം, പിന്നൊന്ന് ഇത്താഅത്തിന്റെ വസ്ത്രം, പിന്നൊന്ന് ഇത്തിബാഇന്റെ വസ്ത്രം. ഹറാമിന്റെ വസ്ത്രം ഏതാണ്? സ്ത്രീകളെ ഔറത്ത് പുറത്താക്കിക്കൊണ്ടുള്ള വസ്ത്രം. സ്ത്രീകളെ ഔറത്ത് ഏതാണ്? മാസിവൽ വജ്ഹി വൽ കഫൈൻ, മുഖയും മുഖവും ഒഴിച്ചു ബാക്കിയുള്ള സ്ഥലം. മുഖയും മുഖവും ഒഴിച്ചു ബാക്കിയുള്ള സ്ഥലം സ്ത്രീകളുടെ ഔറത്താണ്. ഔറത്ത് മറക്കൽ ഫർളാണ്, നിർബന്ധമാണ്. അപ്പൊ ആ ഔറത്തിൽ നിന്ന് എന്ത് പുറത്തു വന്നാലും അത് ഹറാമാണ്, ഇത്താഅത്തിനെതിരാണ്. അപ്പൊ ഔറത്ത് മറക്കുന്ന വസ്ത്രമാണ് ധരിച്ചു. അതായത് മുൻകൈയും മുഖവും പുറത്താക്കിക്കൊണ്ട് ഒരു പെണ്ണ് നല്ല ഫുൾ ഡ്രസ്സ് ധരിച്ചു, അവൾ ഇത്താഅത്തനുസരിച്ച് വസ്ത്രം ധരിച്ചവളാണ്.
അവൾ ഇത്താഴത്തനുസരിച്ച് വസ്ത്രം ധരിച്ചവളാ. ഇത്താഴത്തിന്റെ വസ്ത്രമാണ് മൂന്നാമത്തത്. അതെന്താ? മുങ്കയും മുഖവും അടക്കം മറക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട്? സീനത്ത് മറക്കുക എന്നത് ഒരു മുത്തീഅത്തായ, ഒരു മുത്തബിയത്തായ പെണ്ണിനെ നിർബന്ധമായ കാര്യമാണ്. സീനത്ത് എന്നാൽ എന്താണ്? അഴക്. ആർക്കാണത് അറിയാത്തത്? പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ സീനത്ത് വെളിവാക്കാതിരിക്കട്ടെ. അവിടെ സീനത്ത് ഔറത്ത് വെളിവാക്കാതിരിക്കട്ടെ എന്നല്ല, ഔറത്ത് വെളിവാക്കുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഹറാമാന്നുള്ള കാര്യത്തിൽ. അത് വലവുകാലത്ത് അജൂസത്തൻ, അജൂസത്ത് എന്ന് പറഞ്ഞാൽ അച്ചിക്കളവി, 100 വയസ്സുള്ള കളവിയായ പെണ്ണുങ്ങളായാലും ഔറത്ത് മറച്ചേ പറ്റൂ. അവരിപ്പോൾ ഔറത്തെല്ലാം മറച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ കുറ്റക്കാരത്തിയായിരിക്കും. പക്ഷെ ഈ അജൂസത്തായ പെണ്ണ് സീനത്ത് മറക്കണോ? വേണ്ട. സീനത്ത് ഉള്ളവർക്ക് മാത്രം ബാധകമായ വിഷയമാണ്. സീനത്ത് ഇല്ലാത്ത പെണ്ണിന് അത് ബാധകമല്ല. സീനത്ത് ഏതാണ്? അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, ഓ പ്രവാചകരെ, നിങ്ങളുടെ പെൺമക്കളോടും നിങ്ങളുടെ ഭാര്യമാരോടും മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ജിൽബാബ് ധരിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുക. ഖുർആനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രത്തിന്റെ രീതിശാസ്ത്രം പറഞ്ഞു തന്നു. ഔറത്ത് മറക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. ഇനി സീനത്ത് മറക്കുന്ന വസ്ത്രം എന്താണ്? സീനത്ത് ഏതാ? മുങ്കയും മുഖവുമാണ് ഒരു പെണ്ണിന്റെ സീനത്ത്. അത് ധരിക്കാനായിട്ട് വ്യത്യാസം, ആർക്കണക്കരത്തിൽ വ്യത്യാസം. ഒരു പെണ്ണിന്റെ സീനത്ത്, കല്യാണം ആലോചന, പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ ആ പെണ്ണിന്റെ ഏത് അവയവമാണ് അഴകുണ്ടോ നോക്കാൻ വേണ്ടി നോക്കുക. സാധാരണ പിറകിലെങ്ങാനും നോക്കുമോ? മുഖം നോക്കും സീനത്ത് മനസ്സിലാകാൻ, നിറം മനസ്സിലാകാൻ കൈ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മുങ്കയിന്റെ പുറംഭാഗം നോക്കിയാൽ നിറം മനസ്സിലാവും. ബാക്കി എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉമ്മാനെയോ നിന്റെ പെങ്ങളെയോ അയച്ചോളണം. ഇത് കൊണ്ടുപോയിട്ട് റൂമിൽ കയറ്റി എത്തിയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അവളെ കംപ്ലീറ്റ് സ്കാൻ ചെയ്യല്ലേ പെണ്ണ് കാണുക എന്ന് പറഞ്ഞിട്ട്. അവിടെ ചങ്ങായിമാറും ഉണ്ടാവും ഒന്നിച്ച്. ഇതെന്തൊരു നാശത്തിലാണ് ഈ ഉമ്മത്ത് ചെന്ന് വിട്ടിരിക്കുന്നത്. എന്തൊരു അപകടമാണിത്. അത് തന്നെയാണ് നാശം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നലിക്കുല്ലി വഫിത്നത്തു ഉമ്മത്തി, ഇന്നലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നത്തു ഉമ്മത്തി അൽമാൽ. തീർച്ചയായിട്ടും എനിക്ക് ശേഷം 2 ഫിത്നകൾ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ഉമ്മത്തിന്റെ നാശം 2 കാര്യത്തിലായിരിക്കും. ആ 2 കാര്യത്തിൽ ഒന്ന് സമ്പത്താണ്, പിന്നെ ഒന്ന് പെണ്ണാണ്. ബനു ഇസ്രായേൽ, ഇന്ന അവ്വല ഫിത്നത്തിൻ മിൻ ബനി ഇസ്രായേൽ കാനത്ത് ഫിൻ നിസാ, ഇസ്രായേലി സമൂഹം നാശമടയാൻ കാരണമായത് കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളായിരുന്നു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഒരു പെണ്ണ് പുറത്തിറങ്ങുന്ന സമയത്ത് ധരിക്കേണ്ട വസ്ത്രത്തെ പറ്റി വിശദീകരിക്കുന്നു. ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ സീനത്ത് വെളിവാക്കരുത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ വിഷയം എന്താണ്? ആരുടെ മുമ്പിൽ ഒഴികെ. അപ്പോൾ അല്ലാഹു 7 കൂട്ടരെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവരെ മുമ്പിൽ നിന്റെ സീനത്ത് വെളിവാക്കണ്ട. നിനക്ക് സീനത്ത് തുറക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവരെ മുമ്പിലും ഔറത്ത് നീ മറച്ചോളണം. സീനത്ത് മറക്കേണ്ടതില്ല. ആരുടെ മുമ്പിൽ ഒഴികെ? ഇല്ലാ അലാ ബുഉലത്തിഹിന്ന, ഭർത്താക്കന്മാർക്ക് വേണ്ടിയല്ലാതെ. ഭർത്താക്കന്മാരുടെ മുമ്പിൽ സീനത്ത് മറക്കണമെന്നില്ല. അവരൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഔറത്ത് മറച്ചാൽ മതി. ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുക, മുഖം മറക്കണമെന്നില്ല. ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലാഹു തആല കൽപ്പിച്ചവരുടെ മുമ്പിൽ എത്തുമ്പോൾ മാത്രം. അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്. അതേ അവസരത്തിൽ ഔറത്ത് മറച്ചേ പറ്റൂ. എന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് നിക്കർ വിട്ടിട്ട് ഒരു ബ്രേസർ വിട്ടിട്ട് സഞ്ചരിക്കാൻ പറ്റുമോ? പെണ്ണിനെ ഒരിക്കലും പറ്റില്ല. ഹറമായ യാത്ര. എന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഔ ആബാഇഹിന്ന, ബാപ്പാക്ക് വേണ്ടിയല്ലാതെ. ഔ അബ്നാഇ ബുഉലത്തിഹിന്ന, ബാപ്പാക്ക് വേറെ കല്യാണത്തിന് ആമക്കളുണ്ടെങ്കിൽ അവരുടെ മുമ്പിലും നീ സീനത്ത് മറക്കണമെന്നില്ല. അപ്പൊ സ്വന്തം ഭർത്താവ്, സ്വന്തം ബാപ്പാക്ക് വേറെ. ഔ അബ്നാഇഹിന്ന, ആമക്കള്, ആ പെണ്ണിന്റെ ആമക്കൾ, ആ പെണ്ണിന്റെ ആമക്കളെ മുമ്പിൽ സീനത്ത് മറക്കണമെന്നില്ല. ഔറത്ത് മറച്ചേ പറ്റൂ. എന്റെ മോനാന്ന് പറഞ്ഞാൽ തുണി ചെറുക്കാൻ പറ്റുമോ? വീട്ടിലുള്ളൊന്നും പറ്റൂല, ഒരിക്കലും പറ്റൂല. ഔ അബ്നാഇ ബുഉലത്തിഹിന്ന, ഭർത്താക്കന്മാർക്ക് വേറെ വിവാഹത്തിൽ ആമക്കളുണ്ടെങ്കിൽ അവർക്കും അവരുടെ മുമ്പിലും. ഔ ഇഖ്വാനിഹിന്ന, ആങ്ങളാറ്, ഈ പെണ്ണിന്റെ സ്വന്തം സഹോദരന്മാരെ മുമ്പിൽ സീനത്ത് മറക്കണമെന്നില്ല, ഔറത്ത് മറക്കണം. ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന, ആങ്ങളാരുടെ ആമക്കള്, ഒരു പെണ്ണിന്റെ സ്വന്തം ആങ്ങളാരുടെ ആമക്കള്, അവരുടെ മുമ്പിലും സീനത്ത് മറക്കണമെന്നില്ല. കാണുമ്പോൾ ഓടണ്ടാന്ന്. ഔ അഖവാതിഹിന്ന, ഏട്ടത്തിന്റെ അനിയത്തിന്റെ ആമക്കള്, പെണ്ണിന്റെ ഏട്ടത്തി അല്ലെങ്കിൽ പെണ്ണിന്റെ അനിയത്തി, അവർക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവര് തീർന്നു. ഇത്രയും ആൾക്കാരെ അല്ലാഹു തആല എണ്ണി പറഞ്ഞത് അല്ലാഹു തആലക്ക് തിരുവാടില്ലാതുകൊണ്ട്. ശരി, വരാനിരിക്കുന്ന കാലഘട്ടത്തെ പറ്റി ഇന്നത്തെ കാസർഗോഡുകാരെ സംബന്ധിച്ച് അള്ളാഹ്ക്ക് തിരുവാട് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്നാ തമക്കാൻ പറ്റുമോ?
ഭാവിയിൽ കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തൊക്കെ എന്താകാമെന്ന് ആൾക്ക് അറിയില്ല. അള്ളാഹ് അന്നത്തെ കാലം വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് പറഞ്ഞാൽ അന്നേരം കാഫറാവൂലേ? ഖിയാമത്ത് നാൾ വരെ വരുന്ന സമൂഹത്തിന് വേണ്ടിയല്ലേ അള്ളാഹു ഇത് പറഞ്ഞത്? ഈ 7 കൂട്ടക്കാർക്ക് മാത്രമേ അള്ളാഹ്ക്ക് അറിയുള്ളൂ, ബാക്കി ആരും അള്ളാഹ്ക്ക് അറിയില്ലേ? എന്താ അടിസ്ഥാനത്തിലാണ് നാം ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ദഅവത്തിന്റെ പേര് പറഞ്ഞ് പെണ്ണുങ്ങളെയും കൂട്ടി നോട്ടീസ് ഒപ്പിക്കാൻ പോണ്? ആരാ പെണ്ണുങ്ങളെയും കൂട്ടി? ആ പെണ്ണുങ്ങൾ നിന്റെ പെങ്ങളാണ്. ഈ സ്റ്റേജിൽ എത്തിയിട്ട് പ്രസംഗിപ്പിക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാണ്? എന്താണ് ഈ വകുപ്പ്? അന്യ സ്ത്രീകളെ സ്റ്റേജിൽ എത്തിയിട്ട് പുരുഷന്മാരായ ആലിമീങ്ങളായാലും എത്ര വലിയ ആളായാലും അത് കൊടിയ ഹറാമല്ലെങ്കിൽ പിന്നെ എന്താ? അത് എന്താണ് വകുപ്പ്? അതിന് നിങ്ങൾ മനസ്സിലൊത്തിട്ട വകുപ്പ് പറഞ്ഞ സംഗതി നടക്കൂല. ഒന്നിക്ക് ഇസ്ലാമിനെ പറയാം, അല്ലെങ്കിൽ ഗൈറു ഇസ്ലാം. ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നമ്മുടെ താല്പര്യത്തിന് വേണ്ടി ഇസ്ലാമിനെ താല്പര്യം എനിക്കത്രേ കഴിയുള്ളൂ. ആയിക്കോട്ടെ, നീ ഏറ്റവും ഒന്നായിട്ടായിക്കോ. എനിക്കത്രേ കഴിയും. എൻ്റെ ഭാര്യനെ കൂടെ എനിക്ക് അത്രയും ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ചെയ്തോ, അത് നീ ഒന്നായിട്ടായിക്കോ. എനിക്ക് സാധിക്കൂല, അതുകൊണ്ട് അത് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞാൽ നീ ധിക്കാരിയാണ്. എനിക്ക് കഴിയുന്നില്ല ഒരു കാര്യം, അതുകൊണ്ട് അത് ഇസ്ലാമിലില്ല. അപ്പൊ നീ ആരായി? അപകടകാരിയായി, നീ വലിയ ഫാസിത്തായി. ഇസ്ലാമിലുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. താടി ദീനുൽ ഇസ്ലാമിലുള്ളത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ എനിക്കങ്ങനെ കഴിയുന്നില്ല. അത് നീ ഒന്നായിട്ടായിക്കോ, നീ ഒന്നാണ് പുറത്തുനിന്ന് തടിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നീ പറയേണ്ട കാരണങ്ങൾ പറഞ്ഞോ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലേ? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നിങ്ങൾ മനസ്സിനെ മറച്ചു വെച്ചതും അള്ളാഹ്ക്കറിയാം, നിങ്ങൾ വെളിവാക്കിയതും അള്ളാഹ്ക്കറിയാം. ഒരു വിഷയമല്ല ഇവിടെ ശരീഅത്തിന് പ്രാവർത്തികമാക്കൽ വേറെ, അംഗീകരിക്കൽ വേറെ. അംഗീകരിക്കൽ ഫർളാണ്, എന്നാലേ മുസ്ലിം ആവുള്ളൂ. പ്രാവർത്തികമാക്കൽ കഴിയുന്നില്ലെങ്കിൽ കഴിയണ്ട. എനിക്കത് എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ, അതിനനുസരിച്ച് നീ ചെയ്തോ. അത് നീ കാരണം അള്ളാഹിന്റെ മുമ്പിൽ ചോദിച്ചോ. അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു തരണം. സമയകാലങ്ങളെ ശരീഅത്തുമായിട്ട് ബന്ധപ്പെടുത്തണമെങ്കിൽ ഈ രീതിയിലുള്ള നിയമം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞു തന്നതാണ്. സമയകാലങ്ങളെ ശരീഅത്തുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ഇത്തിബാ വേണം, ഇഖ്ലാസ് വേണം, ഇത്തിബാ വേണം. ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വേണം. ആ വിഷയത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവർത്തിച്ച് കാണിച്ചു തന്ന രീതിയും വേണം. എന്നാലും ശരീഅത്തുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുക. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖിന്റെ 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് ശരീഅത്തനുസരിച്ചല്ല, നമുക്ക് ബാധകമല്ല. റസൂലുള്ളാഹി തങ്ങൾ 40 വയസ്സ് വരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ബാധകമല്ല. കാരണം റസൂലിനെ അനുസരിക്കാനാണ് നമ്മളോട് പറഞ്ഞത്, മുഹമ്മദിനെ അനുസരിക്കാനല്ല. മുഹമ്മദ് ബിൻ അബ്ദുല്ലാനെ അനുസരിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ റസൂലുള്ളാഹിനെ അനുസരിക്കാൻ. അത്തിഉല്ലാഹ വ അത്തിഉ റസൂല. നല്ലത് അത്തിഉല്ലാഹ വ അത്തിഉ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നല്ല പറഞ്ഞത്. അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദിനെ അനുസരിക്കണം എന്നല്ല അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. അവർ റിസാലത്ത് കിട്ടിയ 1-ാം തീയതി മുതൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ അത് ശരീഅത്താണ്, പ്രവർത്തിച്ചേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടത്, പ്രവൃത്തി കൊണ്ട് സ്ഥിരപ്പെട്ടത്, ഇഖ്റാർ കൊണ്ട് സമ്മതിക്കൽ കൊണ്ട് സ്ഥിരപ്പെട്ടത്, തഖ്രീർ കൊണ്ട് സ്ഥിരപ്പെട്ടത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കാലങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. കാലത്തെയാണ് അല്ലാഹു ചരിത്രത്തിന് സാക്ഷിയാക്കുന്നത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും നടന്ന സംഭവങ്ങളെ നിങ്ങൾ പഠന വിധേയമാക്കിയാൽ നിങ്ങൾക്കൊരു പച്ചയായ പരമാർത്ഥം മനസ്സിലാവും. എന്താണ് ആ പരമാർത്ഥം എന്ന് അറിയുമോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എല്ലാ കാലഘട്ടത്തിലും ജീവിച്ച ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്ത മനുഷ്യര് മുഴുവനും പരാജയത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അവർ പരാജിതരായിട്ടുണ്ട്. മനുഷ്യരാരും രക്ഷപ്പെട്ടിട്ടില്ല. കാലമാണ് സാക്ഷി. നിങ്ങൾ ഇന്നലകളിലേക്ക് സഞ്ചരിക്കുക. അതിനാണ് അല്ലാഹു തആല ചരിത്രം പറഞ്ഞു തന്നിരിക്കുന്നത്. മുഹമ്മദ് ഈ ഉമ്മത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ചരിത്രങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓരോ കാലത്തും നടന്ന സംഭവങ്ങളെ അല്ലാഹു ആ കാലവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഏത് ചരിത്രം പരിശോധിക്കും? 1-ാമത്തെ റിസാലത്തിന്റെ ചരിത്രം നൂഹ് നബിയുടേതാണ്. ആ കാലഘട്ടം നിങ്ങൾ പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആ ഹൂദ് നബി, സാലിഹ് നബി മുതലായവരാണ്. ആ ചരിത്രം നിങ്ങൾ പരിശോധിക്കും. ആ പിന്നെ വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ചരിത്രം നിങ്ങൾ പരിശോധിക്കും. പിന്നെ വരുന്നത് മൂസ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ കാലഘട്ടത്തെ പറ്റി നിങ്ങളൊന്ന് ഗവേഷണം ചെയ്യും, ഒന്ന് പഠന വിധേയമാക്കി. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറയുകയാണ്, ആ കാലഘട്ടത്തിൽ സംഭവിച്ച മുഴുവൻ മനുഷ്യരും പരാജയപ്പെട്ട ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. 4 ഗുണങ്ങളുള്ളവർ മാത്രമേ ഏതൊരു കാലഘട്ടത്തിലും രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഏതൊരു കാലഘട്ടത്തിലും 4 ഗുണങ്ങളുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒന്ന്, ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിനെ പൂർണ്ണമായി അംഗീകരിച്ചവർ.
ഏത് കാലഘട്ടത്തിലായാലും വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ ആ രീതിയിൽ അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ചവരുണ്ടായിട്ടുള്ളൂ. എന്താണ് അവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത്തസ്ദീഖു ബിൽ ഖൽബ്. ഈമാൻ എന്താണെന്ന് ആര് ചോദിച്ചാലും എന്ത് പറഞ്ഞു കൊടുക്കണം? അത്തസ്ദീഖു ബിൽ ഖൽബ്. അള്ളാഹുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെങ്കിലും അത് ഹൃദയത്തിൽ സത്യപ്പെടുത്തുക. എത്രത്തോളമുള്ള സിദ്ഖായിരിക്കണം? അൽ മുനാഫി ലിൽ കദിബ്. കളവിന്റെ അംശം പോലും വന്നു ചേരാത്ത സിദ്ഖായിരിക്കണം. ഏകപക്ഷീയമായ സത്യപ്പെടുത്തൽ, ഒരു സംശയം പോലും വരാൻ ഇടയില്ലാത്ത രീതിയിലുള്ള സത്യപ്പെടുത്തൽ. അതാണ് അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ. ആ സത്യപ്പെടുത്തിയ വിഷയം മനസ്സിൽ വെച്ചിട്ട് പുറത്ത് നീ കുഞ്ഞിരാമനും വർഗീസും പിന്നെ നാരായണുമായിട്ട് നടന്നിട്ട് കാര്യമില്ല. അത് വെളിപ്പെടുത്താൻ നീ തയ്യാറാകണം. അൽ ഇഖ്റാറു ബിൽ ലിസാൻ. ഇവിടെ ചിലരുണ്ട്, ചില പ്രസ്ഥാനങ്ങളും ഉണ്ട്, മറ്റു മതക്കാർ ഇസ്ലാമിലേക്ക് വന്ന് മനസ്സിൽ വെച്ചാൽ മതി, പേരൊന്നും മാറ്റേണ്ട, അമ്പലത്തിൽ പോകുന്നതിനും കുഴപ്പമില്ല, പള്ളിയിൽ കൃത്യമായി പോയാൽ മതി, ആ രീതിയിലുള്ള ഒരു പാർട്ടിക്കാരുണ്ട്. ഇല്ല, അൽ ഇഖ്റാറു ബിൽ ലിസാൻ, ഞാനൊരു മുസ്ലിമാണ്, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇത് പരസ്യപ്പെടുത്താൻ തയ്യാറാവണം, ഇല്ലെങ്കിൽ ഈമാൻ സഹിയാവൂല. ആൾക്കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇല്ല, ഞാനില്ല, ഞാൻ മുസ്ലിമാണ്. ഒരു ഹിന്ദു സഹോദരനല്ലോ ഒരു ക്രിസ്ത്യൻ സഹോദരൻ അനുബന്ധിച്ച് വേറെ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഇവനും ഒരു കൂട്ടത്തിൽ എന്തോ ഒരു പരിപാടിയാണെന്ന് മനസ്സിലാക്കിക്കോളി. അവിടെ ഒരു മോശപ്പെട്ട ഇസ്ലാമിക വിരുദ്ധമായ ഇഖ്ലാസിനും ഇത്തിബാഇനും എതിരായിട്ടൊരു കാര്യം നടന്നു. അവൻ മാറി നിൽക്കും, ഞാൻ മാറി നിൽക്കും, ഞാൻ ബരീഉം മിൻഹു, ഞാൻ അതിൽ നിന്ന് മാറി ഒഴിവാണ്. അവന്റെ കാര്യം ഞാനൊരു മുസ്ലിമാണ്. എന്താ പറയാൻ ബുദ്ധിമുട്ട്? ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻകും ഉമ്മത്തുൻ യദ്ഊന വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ലിൽ ഖൈരി വതഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. പൂർണ്ണമായും അല്ലാഹുവിനെ അംഗീകരിക്കണം, അംഗീകരിച്ചവനാണ് ഞാനെന്ന് പ്രഖ്യാപിക്കണം, പ്രസ്താവിക്കണം. മൂന്നാമത്തെ വിഷയം എന്താണ്? അൽ അമലു ബിൽ അർക്കാൻ. അതനുസരിച്ച് തടി കൊണ്ട് പ്രവർത്തിക്കണം. ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനം ഈമാന് സാക്ഷിയായിരിക്കണം. ഏത് പ്രവർത്തനമായാലും പക്ഷെ ഒരു മുസ്ലിമിന്റെ അമലുകൾ ഈമാനല്ലാത്ത അമലുകളില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ബിദഉൻ വസബഊന ശുഅബ. 70 ചില്ലാൻ ശാഖകളുണ്ട് ഈമാന്. 70 ചില്ലാൻ ശാഖകളുണ്ട്. വഅഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ ഏത് കാലത്തും എപ്പോഴും അതിന്റെ മൂർധന്യതയിൽ നിൽക്കുന്നത് അല്ലാഹ് മാത്രം എന്ന പ്രയോഗമാണ്. അല്ലാഹ് അല്ലാത്ത വേറെ ആരും ഇല്ല എന്നാണ് ഈമാന്റെ അതിന്റെ അകക്കാമ്പ്. ഈ 70ാമത്തെ ശാഖ എന്താണ്? 70ാമത്തെ ശാഖ വഴിയിൽ നിന്ന് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെ നീക്കുക. അത് ഈമാനാണ്. അത് നമ്മൾ വെറും ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് കാണണ്ട. ഒരു കാറും കൊണ്ട് കാലിങ്ങനെ പോവുക കാസർഗോഡ് ടൗണിലേക്ക്. ആ സമയത്ത് വഴിയിൽ അങ്കൂറോ അതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തോ ഒരു മടല് വീണ് കിടക്കുന്നു റോട്ടുമേൽ. അയാള് തെറ്റിച്ചിട്ടങ്ങ് പോയി. അയാള് വൈകുന്നേരം 3 മണിക്ക് തിരിച്ചു വരുമ്പോൾ ആ തെങ്ങിന്റെ ഓല അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ഒരു മൂമിൻ ആ വഴിക്ക് യാത്ര ചെയ്തിട്ടാന്ന് മനസ്സിലാക്കണം. കാറും കൊണ്ടായാലും കാൽനടയായാലും ഒരു മൂമിൻ ആ വഴിക്ക് യാത്ര ചെയ്തിട്ടാന്ന് മനസ്സിലാക്കണം. ഒരു മൂമിൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ മട്ടനട കാണാൻ പാടില്ല. ഞാൻ അതൊരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഒന്നുമില്ല, കാറ് സൈഡാക്കി ഇറങ്ങി വന്ന് ആ മട്ടിൽ ആ തെങ്ങിന് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് പോയാൽ അവന്റെ ഈമാൻ വിക്കാടാണ് ആഹ്റത്തിലേക്ക്. അത് ഈമാനാണ്. അത് വെറും ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് വേണ്ട. നമ്മൾ മിക്കവാറും എന്താ ചിന്തിക്കുക, പിന്നെ എന്തിനാ മുനിസിപ്പാലിറ്റിക്കാർ ചെയ്യില്ലേ, പിന്നെ എന്തിനാ പഞ്ചായത്ത് ശമ്പളം കൊടുത്തിട്ട് ജോലിക്കാരില്ലേ, നമ്മൾ അതൊന്നും നോക്കണ്ട. മുനിസിപ്പാലിറ്റി ഉണ്ടോ, ചന്തക്കാരുണ്ടോ, ജോലിക്കാരുണ്ടോ, രാഷ്ട്രീയക്കാരുണ്ടോ, നമ്മുടെ ജോലിയാണ് ഈമാന്റെ പേരിൽ ആ പറഞ്ഞ ജോലി. അത് നമ്മൾ നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ്. എന്തെങ്കിലും മരോ കല്ലോ എന്തെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ഈമാൻ തിളങ്ങുകയാണ്. 70ാമത്തെ ശാഖയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. ഇമാത്തത്തുൽ അദാനി തരീഖ്. അതിന് രാഷ്ട്രീയക്കാരെയും ജോലിക്കാരെയും പഞ്ചായത്തുകാരെയും മുനിസിപ്പാലിറ്റിക്കാരെയും കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വഴിയിലെ കൊണ്ട് കുഴി ഇന്നത്യാദി കാര്യങ്ങൾ ഒരു കല്ലെടുത്തിട്ട് മണ്ണും പോയി ഇട്ട് കഴിഞ്ഞാൽ ഇമാത്തത്തുൽ അദാനി തരീഖ്. ഈമാന്റെ 70ാമത്തെ ശാഖയിൽ ആർക്കും അത് ഇന്ന നാട്ടുകാർ തന്നെ ആ നാട്ടുകാരനെ ചെയ്യണം, ഈ നാട്ടുകാരനെ ചെയ്യണം ഒന്നുമില്ല. ഇമാത്തത്തുൽ അദാനി തരീഖ്. മുമ്പിൽ പോയ ഒരുത്തൻ കാറിടിച്ചിട്ട് വെട്ടി കത്ത് കിടക്കുന്ന റോട്ടിൽ അവൻ കഴിഞ്ഞിട്ട് പോയി. ഒരു മൂമിൻ അവിടേക്ക് പോകുമ്പോൾ കാറ് സൈഡാക്കുക, എങ്ങനെയെങ്കിലും അതിന്റെ വാലോ കയ്യോ പിടിച്ച് കടലാസ് കൂട്ടി പിടിച്ച് വലിച്ച് സൈഡിലാക്കുക, കാർ കൊണ്ട് പോവുക. അത് എടുത്തിട്ട് കാറിന് ടിക്കറ്റ് ഇട്ടിട്ട് പോകണമെന്നും പറയുന്നില്ല. പിന്നെയും വരുന്ന കാർ അതിന്റെ മുകളിൽ കൂടി കയറി ഇറങ്ങാതിരിക്കാൻ വേണ്ടി വളരെ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഈമാത്തത്തുൽ അദാനി തരീഖ് ഈമാന്റെ 70ാമത്തെ ശാഖയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ ഈമാന്റെ ഒരു ശാഖയാണ്.
നാണം എന്നത് ഈമാന്റെ ഒരു ശാഖയാണ്. ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് ഖൗല്, ഫിഅല്, അമൽ 3 വെട്ടി. നിയ്യത്തുൻ വ ഖൗലുൻ വ അമലുൻ. ഒന്ന് മനസ്സുകൊണ്ട് ചെയ്യേണ്ട ജോലി. ലജ്ജ മനസ്സുകൊണ്ട് ചെയ്യേണ്ട ജോലിയാണ്. അത് എഴുതി പ്രസ്താവന നടത്തി ചെയ്യേണ്ട ജോലിയല്ല. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ലജ്ജ, നാണം എന്നുള്ളത്. ഫിഅല് ഇമാദത്തുൽ അദാ അനി തരീഖ്. അപ്പൊ ഫീലായി, പ്രവൃത്തിയായി. നിയ്യത്തായി, ഫീലായി. ഖൗല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമായി. അപ്പൊ ഈമാൻ ഖൗലുൻ വ ഫിഅലുൻ, നിയ്യത്തുൻ വ ഖൗലുൻ വ അമലുൻ. ഒന്ന് നിയ്യത്ത് മനസ്സുകൊണ്ട് ചെയ്യേണ്ട ജോലിയാണ്, നാവ് കൊണ്ട് ചെയ്യേണ്ട ജോലിയാണ്, അതേപോലെ തന്നെ തടി കൊണ്ട് ചെയ്യേണ്ട ജോലിയാണ്. ആ പറഞ്ഞു വരുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞിടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത്ര ഈ തൗഹീദ് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് എടുത്താൽ മതി, നമ്മൾ തൗഹീദായി എന്നല്ല അതിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ള വാക്ക് വിട്. അത് മലയാളത്തിൽ വന്ന ഒരു വാക്കാണ്. ഈമാന് വിശ്വാസം എന്ന് പണ്ടേ നമ്മൾ അർത്ഥം വെച്ച് ശീലിച്ചു പോയി. അന്നാ അത്രേ വികസിച്ചിട്ടുള്ളൂ മലയാളം. അല്ലെങ്കിൽ അറബി ഭാഷക്ക് തത്തുല്യമായ ഭാഷ കണ്ടെത്താനുള്ള പ്രാവീണ്യം അത്രേ വികസിച്ചിട്ടുള്ളൂ. അന്ന് ഈമാന് വിശ്വാസം എന്ന അർത്ഥം വെച്ചു. ഇല്ല, വിശ്വാസം എന്നത് മനസ്സുകൊണ്ട് മാത്രം ചെയ്യേണ്ട ജോലിയാണ്, ഈമാൻ എന്നത് മനസ്സുകൊണ്ട് മാത്രം ചെയ്യേണ്ട ജോലിയല്ല. അതുകൊണ്ട് ഈമാന് വിശ്വാസം എന്ന അർത്ഥം വെച്ചാൽ പറ്റുകയില്ല. അതേ സന്ദർഭത്തിൽ പിന്നെയും കുറച്ചൊന്നും മലയാളത്തിൽ അർത്ഥം വെക്കാൻ പറ്റുന്നത് ഈമാൻ അംഗീകരിക്കുക എന്നതാണ്. അംഗീകരിക്കുക എന്നുള്ളത് മനസ്സ് സമ്മതിക്കണം, നാവും സമ്മതിക്കണം, തടിയും സമ്മതിക്കണം. എന്നാലേ ഒരു കാര്യം അംഗീകരിക്കാൻ ഒരാളെ കൊണ്ട് കഴിയുള്ളൂ. ഒരാളെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു, തടി കൊണ്ട് അംഗീകരിക്കാൻ കഴിയും. അവരുടെ പേര് മുനാഫിക്കുന്നാണ്, മുഅ്മിൻ എന്നല്ല. അവന്റെ പേര് മുനാഫിക്കുന്ന, മുഅ്മിൻ എന്നല്ല. മനസ്സിലുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. വഅമിലുസ് സാലിഹാത്തി, രണ്ടാമത്തെ പറഞ്ഞ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തിന്റെ ഒഴുക്കിൽ നശിച്ചുപോയ സമൂഹം, അതിൽ നിന്ന് രക്ഷപ്പെട്ടത് 4 വിഭാഗമാണ്. ഒന്ന്, അള്ളാഹുവിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുക. രണ്ടാമത്തത് വഅമിലുസ് സാലിഹാത്ത്, റസൂലുള്ളാഹിനെ അനുസരിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹിക്കാണ് ഇവിടെ അമിലുസ് സാലിഹാത്ത് എന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹുൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ നൂഹുൻ റസൂലുള്ളാഹ് അഹ്മാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ ഇബ്രാഹിം റസൂലുള്ളാഹ് അഹ്മാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ മൂസ റസൂലുള്ളാഹ് അഹ്മാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മാൻ. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ശേഷം അഹ്മാനിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറൊരാളില്ല. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മാനിൽ ഫൈനലാണ്. മൂന്നാമത് പറഞ്ഞത് എന്താണ്? വതവാസൗ ബിൽ ഹഖ്, ഇതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവർ. വതവാസൗ ബിൽ ഹഖ്, നേരത്തെ പറഞ്ഞ ഈമാനോ അഅ്മാലോ ആണ് സത്യം. അതുകൊണ്ട് മാത്രമേ ദുനിയാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യം നടക്കുകയുള്ളൂ. അതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവർ. അതാണ് മൂന്നാമത്തെ ആൾക്കാർ. പ്രവാചകന്മാര് നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള 313 മുർസലുകൾ ചെയ്തത് അതാണ്. ഇപ്പൊ ചില ആൾ പറയാറുണ്ട്, നമ്മളൊരു ബഹുസ്വര സമൂഹമാണ്, ഈ ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം പറയാൻ. നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ബഹുസ്വര സമൂഹം ജീവിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തീവ്രമായി ശക്തമായിട്ട് വിശ്വാസം പറയാൻ പറ്റൂല, കൊത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഈ വാക്ക് ആരോടാ പറയേണ്ടത്? പ്രവാചകന്മാരോട് പറയണം, മുസ്ലിങ്ങളോട് പറയണം. എല്ലാ റസൂലും ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചവരാണ്. നൂഹ് നബി അലൈഹി വസല്ലമയുടെ ചരിത്രം എടുക്കുകയും ബഹുസ്വര സമൂഹത്തിലായിരുന്നില്ലേ ജീവിച്ചത്? ഒരു കൂട്ടക്കാർ 5 ജാറങ്ങളുമായിട്ട് മൗലാനമാരും ശൈഖുനമാരും ഇലാ ഹദ്റത്തിയുമായിട്ട് ജാറങ്ങൾ വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്നു. വേറൊരു കൂട്ടക്കാർ തഖ്വയോടുകൂടി നിസ്കരിച്ച് നോമ്പ് പറ്റി ആദമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നു. വേറൊരു കൂട്ടക്കാർ തോന്നിയവാസികളായിട്ട് താന്തോന്നിയവാസികളായിട്ട് തദീച്ചയനുസരിച്ച് തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും സ്വാതന്ത്ര്യം, ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാടായിരുന്നു അന്ന് ഇറാഖ്. ബഹുമാനപ്പെട്ട നൂഹ് നബി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്തിനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞ വിഷയം തന്നെ എന്താണ്? ഒരു കാരണവശാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാവുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ശരിയാവുള്ളൂ. അതോടുകൂടിയല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി കല്ലെറിയപ്പെട്ടത്, ഭ്രാന്തനായത്? ഈ ബഹുസ്വരക്കാരെന്നാ അത് പറ. നൂഹ് നബി ചെയ്തത് തെറ്റാന്ന് പറ. നൂഹ് നബി ചെയ്തത് തെറ്റായിരുന്നു, നമ്മൾ ചെയ്യുന്ന ശരിയെന്ന് നേരിടുണ്ടെന്ന് പറ. അങ്ങനെ ഓരോ റസൂലിന്റെ ചരിത്രം എടുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളല്ലേ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. എങ്ങനെയാണെങ്കിൽ എത്ര സുന്ദരമായിട്ടായിരുന്നു കഅബത്തിന്റെ തണലിൽ മസ്ജിദുൽ ഹറാമിൽ ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് അബൂ താലിബിന്റെ ഷെയ്ഖിയത്തിൽ, അബൂ താലിബല്ലേ അവരുടെ ഷെയ്ഖുന,
അവര് മൗലാന അബൂ താലിബ് ആയിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഇന്നത്തെ ഷിയാക്കൾ അബൂ താലിബിനെ അംഗീകരിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് അവർ പറയില്ല. അലി ബിൻ അബി താലിബിനെ റസൂലാക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അവർ മുഹമ്മദ് മുസ്തഫാനെ ചർച്ച ചെയ്യുകയില്ല. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബൂ താലിബിന്റെ മകൻ അലി ബിൻ അബി താലിബാണ് റസൂൽ. അവരുടെ ദൃഷ്ടിയിൽ, ഈ ഷിയാക്കളുടെ ദൃഷ്ടിയിൽ, ഇറാനിയൻ ജൂതന്മാരുടെ ദൃഷ്ടിയിൽ അബൂ താലിബ് മഹാനായ ഒരു മനുഷ്യനാണ്. അവർ റളിയല്ലാഹു അൻഹു പറയും അബൂ താലിബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. അതേപോലെ ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അബൂ താലിബ് നരകത്തിലാണ്. എന്താണ് സംശയം? അബൂ താലിബ് നരകത്തിലാണെന്ന് സംശയിച്ചവരും നരകത്തിലാണ്. കാരണം ഖുർആന്റെ ഹദീസിന്റെ നസ്സാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്? അബൂ താലിബ് അഷ്റഫുൽ ഏറ്റവും വലിയ മുത്താപ്പയല്ലേ? ഏറ്റവും നല്ല മുത്താപ്പയല്ലേ? കല്ലുടെ കല്ലായ മുത്താപ്പയല്ലേ? മരിക്കുന്നത് വരെ അഷ്റഫുൽ ഹക്കിനെ പിന്തുണച്ച മുത്താപ്പയല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ചരിത്രത്തിൽ വല്ല പിടിപാടും നിങ്ങൾക്കുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഹക്കിന്റെ മൂത്താപ്പ അബൂ താലിബ് മരണപ്പെട്ടു. ചുരുക്കമരം അബൂ താലിബിന്റെ മകനാണ് അലി ബിൻ അബി താലിബ്. അലി റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഹക്കിന്റെ മരുമകനാണ്. കുട്ടിപ്രായത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം സ്വന്തം ബാപ്പ അപകടത്തിലാണ് എന്ന്, സ്വന്തം ബാപ്പ പിഴച്ചവനാണ് എന്ന് അലി ബിൻ താലിബിന് അറിയാം. മരിച്ച വിഷയം അഷ്റഫുൽ ഹക്കിനെ അറിയിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ താരീഖിന്റെ കിതാബ് പരിശോധിച്ച് നോക്കി. എങ്ങനെയാണ് അലി ബിൻ താലിബ് പോയിട്ട് പറഞ്ഞത്? നിങ്ങൾ ആ പിഴച്ച മൂത്താപ്പയില്ലേ തങ്ങളെ, അയാൾ മരിച്ചു. എൻ്റെ ഉപ്പ മരിച്ചു എന്നല്ല പറയുന്നത്, നിങ്ങൾ ആ പിഴച്ച മൂത്താപ്പ മരിച്ചിരിക്കുകയാണ് എന്ന്. കാരണം അഷ്റഫുൽ ഹക്കിന്റെ മനസ്സിനെതിരായിട്ട് സ്വന്തം ഉപ്പാനെ പോലും അംഗീകരിക്കാൻ തയ്യാറല്ല സഹാബാക്കൾ. അവർക്ക് അഷ്റഫുൽ ഹക്കാണ് വിഷയം. അഷ്റഫുൽ ഹക്കിന്റെ മനസ്സിന് ഇഷ്ടമില്ലേ? എനിക്കും ഇഷ്ടമല്ല. അതാണ് സഹാബാക്കൾ, അതാണ് നമ്മൾ. നിങ്ങളൊരാളും മൂമിനാവൂല എന്നാണ് റസൂൽ പറഞ്ഞത്. നിങ്ങളെ ബാപ്പാനേക്കാൾ, നിങ്ങളെ മക്കളെക്കാൾ, സകല മനുഷ്യനേക്കാൾ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെയും നിങ്ങൾക്ക് മൂമിനാകാൻ കഴിയില്ല. എന്റെ ബഹുമാനമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇറാനിയൻ ജൂതന്മാർ അഷ്റഫുൽ ഹക്കിനെ ചീത്ത പറയുന്നത് നമുക്ക് വിഷയമല്ല. അബൂബക്കർ സിദ്ദീഖ് നരകത്തിലാണ്, കാഫിറാണെന്ന് പറയുന്നത് നമുക്ക് വിഷയമല്ല. ഇറാനിയൻ ജൂതന്മാര് ഉമർ റളിയല്ലാഹു അൻഹു നരകത്തിലാണ്, കാഫിറാണ് എന്ന് ഇപ്പോഴും പറയുന്നത് നമുക്ക് വിഷയമാകുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണ്, നരകത്തിലാണെന്ന് പറയുന്നു. ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖിന്റെ മകള്, ഉമർ റളിയല്ലാഹുവിന്റെ മകള് ഹഫ്സ, ഇവർ രണ്ടാളും സിനാ ചെയ്തതിന്റെ പേരിൽ നരകത്തിലാണെന്ന് ഇപ്പോഴും ഷിയാക്കൾ വിശ്വസിക്കുന്നത് ഇറാനിയൻ ജൂതന്മാര്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഒരു സെലഫി എന്ന് പറയുന്ന ഒരു വിവരം കെട്ടവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇപ്പം പറയേണ്ട വിഷയമല്ല, ഇപ്പം ഫലസ്തീനാണ് വിഷയം. അല്ല, ഫലസ്തീനേക്കാൾ നമുക്ക് അഷ്റഫുൽ ഖൽക്കും തങ്ങളും തങ്ങളുടെ മക്കളും ഭാര്യമാരുമാണ് നമുക്ക് വിഷയം. കാരണം അത് ഈമാന്റെ ഭാഗമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ് കൂട്ടരെ. അതുകൊണ്ടാണ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽക്കിനോട് പോയിട്ട് അങ്ങനെ പറഞ്ഞത്. കാരണം അബൂ താലിബിനെ എന്റെ ബഹുമാനപ്പെട്ട ഉപ്പ മരിച്ചു എന്ന് പറയുന്ന അഷ്റഫുൽ ഖൽക്കിന് ഇഷ്ടമല്ല. കാരണം ലാലായ, മുളില്ലായ, അപകടകാരിയായ, മുശ്രിക്കായ, നരകവാസിയാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയെ പറ്റി ബഹുമാനിച്ച് പറയുന്നെങ്കിൽ എന്താ റസൂലുള്ളാഹി നിങ്ങൾ ആ സമയത്ത് ചെയ്തത്? എന്താ ചെയ്തത്? നമ്മളെ പാതിരി OBC ആയിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് മയ്യത്തിക്കാനും എല്ലാവരുടെ അടുത്തും പോയിട്ട് ചോറുന്നാനും തയ്യാറായി. നമ്മളെന്താ പറയുക? ബഹുസ്വര സമൂഹമാണ്. നമ്മളൊന്നും നോക്കാൻ പാടില്ല, നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. പിന്നെ ഏത് കാര്യം നോക്കേണ്ടത്? ചരിത്രം എന്താണ്? അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു അലിയോട് ബാപ്പാന്റെ മയ്യം അടക്കിക്കളായെന്ന്. അഷ്റഫുൽ ഖൽക്ക് പോയോ? മരിച്ചിട്ട് പോയോ? അബൂ താലിബ് മരിച്ചിട്ട് അഷ്റഫുൽ ഖൽക്ക് പോയോ? നിങ്ങൾ ചരിത്രം പറ. അല്ലെങ്കിൽ അഷ്റഫുൽ ഖൽക്ക് പങ്കെടുത്തതിന് വല്ല തെളിവുണ്ടെങ്കിൽ ഹാജരാക്ക്. ഇല്ല, പോയില്ല. കാരണം കൊടിയ മുശ്രിക്കായിരുന്നു അബൂ താലിബ്. അഷ്റഫുൽ ഖൽക്കിന്റെ ദൗത്യം ഏറ്റെടുത്ത ആളായിരുന്നില്ല. 2 ഷഹാദത്ത്, 2 കലിമക്ക് ഷഹാദത്ത് കൊടുത്ത ആളായിരുന്നില്ല. അതുകൊണ്ട് പോയി. അഥവാ പോയിരുന്നുവെങ്കിൽ നല്ല കോള ഈ ബഹുസ്വരക്കാർക്ക്. അന്നെങ്ങാൻ അഷ്റഫുൽ ഖൽക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബഹുസ്വരക്കാരെ പടയായിരിക്കും. ഇവിടെ ആരോ മരിച്ചെന്നൊക്കെ കേട്ടു. അവർക്ക് മയ്യത്തിക്കാൻ വേണ്ടി പറ്റിയ പേർ പറഞ്ഞേനെ. പേരൊന്നും ഞാനിപ്പം പറയുന്നില്ല, മിമ്പറിന്റെ ഓളെന്ന്. എന്നെ മയ്യത്തിക്കാൻ പറയാത്ത അള്ളാഹ് മറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. തഅസിയത്ത് മുതൽ എല്ലാം ചെയ്തിട്ടുണ്ട്. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടില്ല. ഉമ്മത്തിനെ പൊഴിച്ചിട്ടായിരിക്കും ചിലപ്പം. മനസ്സിലാക്കിയേ പറ്റൂ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വല്ലാഹി നാളെ ആഖിറത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരും. ദുനിയാവിലും പേടി വേണ്ട. ദുനിയാവിൽ അല്ലാഹു തആല അങ്ങനെ ആദർശം കൊണ്ട് രക്ഷപ്പെടുത്താമെന്നൊരു ഓഫർ ചെയ്തിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, ദുനിയാവാണ് എനിക്ക് ആവശ്യമെങ്കിൽ നീ നിന്റെ സംഘടന വെച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ നീ സംഘടനന്റെ ആളാകുന്നത്, അല്ലെങ്കിൽ നീ ആദർശത്തിന്റെ ആളാകുന്നത്, നിനക്ക് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലോ സാമ്പത്തിക തലത്തിലോ ബിസിനസ്സിലോ മറ്റോ നിനക്ക് എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണെങ്കിൽ
നിന്റെ കൃഷി ഞാൻ വർദ്ധിപ്പിച്ചു തരാന്ന് പറഞ്ഞ അല്ലാഹു തആല. ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ നിന്റെ കൃഷി ഞാൻ വർദ്ധിപ്പിച്ചെനിക്ക് ദുനിയാവ് ഞാൻ തരും. നീ ദീനിന്റെ പേരിൽ ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് ദുനിയാവ് തരും. യാതൊരു വിഷമോ കാര്യത്തിൽ വേണ്ട. ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിൽ നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. അല്ലാഹു പറഞ്ഞത് മൻ കാന യുരിദു ഹർസൽ ആഖിറ, ആഖിറത്തിന്റെ കൃഷിയാണ് നീ ഒരുത്തൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നസീദ് ലഹു ഫി ഹർസിഹി, അവന്റെ കൃഷി ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവന്റെ കൃഷി ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. ദുനിയാവിനും കൊടുക്കും, ആഖിറത്തിനും കൊടുക്കും. പക്ഷെ ദീനനുസരിച്ചായിരിക്കണം കാര്യം. വമൻ കാന യുരിദു ഹർസൽ ദുനിയ, ദുനിയാവിന്റെ കൃഷിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നുഅ്തിഹി മിൻഹ, ദുനിയാവ് എനിക്ക് ഞാൻ നൽകും. ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിൽ ഒരു ഓഹരിക്ക് നീ വേണ്ട. ദീനനുസരിച്ച് ജീവിക്കുന്നതിന്റെ കഥയാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യവും വ്യക്തവുമായി സമയകാലങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിനെ പടച്ച നാൾ മുതലേ അള്ളാഹ്ക്ക് കലണ്ടറുണ്ട്. സമയത്തെയും കാലങ്ങളെയും ദിവസങ്ങളെയും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി, മാസങ്ങളുടെ എണ്ണം, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, 12 ശഹ്റ, 12 മാസമാണ്. ഫീ കിതാബില്ല, അല്ലാഹുവിന്റെ കിന്നത്തിൽ, അല്ലാഹുവിന്റെ റിക്കാർഡിൽ, അല്ലാഹുവിന്റെ ദർബാറിൽ മാസത്തിന് കൊല്ലത്തിന് 12 മാസമാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ പടച്ച നാള് മുതൽ അല്ലാഹു തആല കലണ്ടർ തിരിച്ചു വെച്ചിട്ടുണ്ട്. ആകാശ ഭൂമികളെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ നാള് മുതൽ സമയത്തിന് അല്ലാഹു തആല ക്രോഡീകരണം നൽകിയിട്ടുണ്ട്. എത്ര കാലമായാലും, എത്ര ദിവസമായാലും, എത്ര സമയമായാലും വർഷത്തിന്റെ എണ്ണം 12 മാസം മാത്രമാണ്. അത് ഭൗതികമായ കൊല്ലമായാലും അഭൗതിക കൊല്ലമായാലും അത് 12 മാസമാണ്. ദിവസം വ്യത്യാസം ഉണ്ടായേക്കാം. ഭൂമിയിൽ ഒരു വർഷമാകാൻ 360 ദിവസമാണ്. എന്നാൽ തൊട്ടടുത്ത ചൊവ്വയിലോ ബുധനിലോ ഒരു വർഷമാകാൻ 80 70 ദിവസം മതി. നേരെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി യുറാനസിലോ നെപ്റ്റ്യൂണിലോ അല്ലെങ്കിൽ ശനിയിലോ പ്ലൂട്ടോയിലോ അകത്തോളം പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ 700 800 1000 കൊല്ലം കഴിയണം അവിടെ ഒരു ദിവസമാകണമെങ്കിൽ ആധുനികന്റെ കണക്ക്. എങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം താമസിച്ച സ്ഥലത്തുള്ള കണക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പോകുമ്പോൾ 33 വയസ്സ്, വരുമ്പോൾ 33 വയസ്സ്. എന്താ സംശയം തോന്നുന്നില്ല? സയൻസ് റസൂലുള്ളാഹിക്ക് തീക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞ വിഷയമാണ്. അതെ, ഭൂമിയിൽ 1000 2000 കൊല്ലം കഴിഞ്ഞാൽ ഒരു ദിവസമാകുന്ന ഗോളങ്ങളുണ്ട് അള്ളാഹുവിന്റെ അഫ്ലാക്കില്, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തില്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ താമസിച്ച ഒരു ദിവസം ഇവിടുത്തെ 1000 കൊല്ലത്തിന് തുല്യമുള്ള ഒരു ഗോളത്തില്. എന്താ 2 ദിവസം കൊണ്ട് തിരിച്ചു വരണ്ടാവില്ലേ? അവിടെ എത്തിക്കഴിഞ്ഞാൽ 2 ദിവസമായിട്ടുള്ളൂ. ഇവിടെ എത്തുമ്പോഴല്ലേ 2000 കൊല്ലം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോയിട്ട് 2025 33 കഴിച്ചാൽ പിന്നെ 1900 സംതിങ് കൊല്ലമായി ആകാശത്തിലേക്ക് പോയിട്ട്. തിരിച്ചു വരുമ്പോൾ 33 വയസ്സാന്ന് പറയുമ്പോൾ എന്ത് വട്ടായി പറയുന്നത്? ബുദ്ധിയില്ലാത്ത ബുദ്ധിയുള്ളവനാണ് ഏറ്റവും മതി. ബുദ്ധിയില്ലാത്ത ബുദ്ധിയുള്ളവൻ എന്താ പറയാ, എന്ത് വിരാന്തായി പറയുന്നത്? എന്താ മോൻ തന്നെ പറയുന്ന ഗോളങ്ങള്, അഫ്ലാക്കുകള്, പ്രപഞ്ചങ്ങള്, അതിന്റെ ദൈർഘ്യങ്ങള്, ഉദിച്ചസ്തമിക്കുന്ന കാലങ്ങള്. അവിടെ 1000 2000 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ 1000 2000 കൊല്ലം കഴിഞ്ഞാൽ ഒരു ദിവസമാകും. അവിടെയാണ് അല്ലാഹു തആല ഈസാ നബിയെ താമസിപ്പിച്ചതെന്ന് വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ വരുമ്പോൾ 2 ദിവസമല്ലേ ആവുള്ളൂ. ഇവിടെ എത്തുമ്പോൾ 1900 ചില്ലറ കൊല്ലാവുമെങ്കിൽ ആണോ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ? എന്താ അങ്ങനെ കണക്കൂട്ടത്? ഇത്ര ബുദ്ധിമുട്ട് തലച്ചോറത്താണ് പ്രവർത്തിക്കാത്തത്. അപ്പൊ അള്ളയും റസൂലും ഇങ്ങക്ക് വിഷയം, അള്ളയും റസൂലാണ് പ്രശ്നം ഇല്ല. അല്ലാഹു തആല വളരെ കൃത്യമായി സൂറത്തുൽ തൗബയിൽ അത് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 12 മാസത്തിൽ നിന്ന് മുഹമ്മദി റിസാലത്ത് വരുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 7 മാസത്തെ ശരീഅത്തുമായിട്ട് ബന്ധിപ്പിച്ചു. 5 മാസത്തെ ശരീഅത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ സഹോദരിമാരെ, 12 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തന്നിട്ടുണ്ട്. 7 മാസങ്ങളെ ശരീഅത്തുമായിട്ട് ബന്ധിപ്പിച്ചു അല്ലാഹു. ആ 7 മാസങ്ങളെ മാത്രമേ റിസാലത്തും സുന്നത്തുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ.
ബാക്കി 5 മാസങ്ങളെ ശരീഅത്തുമായിട്ട് അല്ലാഹു ബന്ധിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ റിസാലത്തുൻ നുബുവത്തുമായിട്ട് ആ മാസത്തിന് ബന്ധമില്ല. 7 മാസം ഏതൊക്കെയാണ്? റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. 7 മാസം. ആ 7ാമത്തെ മാസം ഇവിടെ തീരാൻ ഇന്നലെ ഞാൻ അങ്ങനെ തീർന്നിരിക്കുകയാണ്. മുഹറം മാസത്തോടുകൂടി, മുഹറം മാസം തീരലോടുകൂടി ശരീഅത്തുൽ ഇസ്ലാമിന്റെ ചരിത്രബന്ധം അവസാനിച്ചു. ഈ 7 മാസങ്ങളെ വെച്ചുകൊണ്ടാണ് ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ചരിത്രം പഠിപ്പിക്കുന്നത്. ഈ 7 മാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും ചർച്ച ചെയ്തിട്ടുണ്ട്. 1ാമത്തെ മാസം എടുക്കും റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം ഹറാമായ, യുദ്ധം ഹറാമായ മാസമാണ്, ആദരിക്കപ്പെടേണ്ട മാസമാണ് എന്ന് പറഞ്ഞതിൽ 1ാമത്തെ മാസം റജബാണ്. എന്താണ് റജബിന്റെ പ്രത്യേകത? റജബ് ആദരിക്കേണ്ട മാസമാണ്. അനുഷ്ഠാനം റജബിലില്ല. മുഹമ്മദി റിസാലത്തും ശരീഅത്തും അനുസരിച്ച് റജബ് മാസത്തിൽ ഒരമലും ചെയ്യാനില്ല. ഒരു സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ദുആ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും നിസ്കാരമോ നോമ്പോ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ജൂതൻ ഈ ഉമ്മത്തിനെ കൊണ്ട് റജബ് 25 നോമ്പ് നോപ്പിച്ചു. അതേപോലെ തന്നെ റജബിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. മേറാജ് നടന്നത് റജബിലാന്നും പറഞ്ഞിട്ട് മൗലൂദ്, മേറാജ് മൗലൂദ് മുതൽ, കൊണ്ടാട്ടം മുതൽ, ദിക്ർ ഹൽക്ക മുതൽ, സലാത്ത് ഹൽക്ക മുതൽ, അങ്ങനെയുള്ള മുഴുവൻ തോന്നിയവാസങ്ങളും റജബുമായി ബന്ധപ്പെടുത്തി ഈ ഉമ്മത്തിനെ പറഞ്ഞ് ബോധിപ്പിച്ചത്. ആ റജബ് മാസം ബഹുമാനമുള്ള, അതെ, റജബ് മാസത്തിന്റെ ബഹുമാനം വകവെച്ചു കൊടുക്കാനേ നമുക്ക് അവകാശമുള്ളൂ. അത് ബഹുമാനമുള്ള മാസമാണെന്ന് കരുതി നമ്മളെ വക അമലുണ്ടാക്കാൻ പറ്റൂല. കാരണം നാം മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തവരാണ്. അതുകൊണ്ട് 2ാമത്തെ മാസം ശഅബാനാണ്. ശഅബാൻ ആദർശത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും മാസമാണ്. ശഅബാൻ മാസത്തിന്റെ ആദരവ് നാം അംഗീകരിച്ചു കൊടുക്കണം. കാരണം ആദരിക്കേണ്ട മാസമാണ് ശഅബാൻ മാസം. ഒപ്പം അമൽ ചെയ്യാനുമുണ്ട്, നോമ്പ് നോക്കാനുണ്ട് ശഅബാൻ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് റമദാൻ കഴിച്ചാൽ പിന്നെ ശഅബാൻ മാസത്തിലാണ്. അപ്പൊ അഅ്മാലുകളും ശറഅക്കി തന്നു, ആദർശവും ശറഅക്കി തന്നു. ആദർശമനുസരിച്ച് ശഅബാൻ ആദരിക്കപ്പെടേണ്ട മാസമാണ്. അതേപോലെ തന്നെ അനുഷ്ഠാനം അനുസരിച്ച് ഒരുപാട് നോമ്പ് നോക്കാനും ഒരുപാട് ദുആ ചെയ്യാനും പറ്റിയ മാസമാണ് ശഅബാൻ. പിന്നെ റമദാൻ പറയേണ്ടില്ലല്ലോ. റമദാൻ മാസം ആദർശത്തിൻ്റെതുമാണ്, അനുഷ്ഠാനത്തിൻ്റെതുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. നമ്മൾ അന്നേ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പിന്നെ ശവ്വാൽ മാസം ആദർശത്തിൻ്റെതുമാണ്, അനുഷ്ഠാനത്തിൻ്റെതുമാണ്. ശവ്വാൽ 1 ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാള്. പിന്നെ ശവ്വാൽ 1 മുതലാണ് ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ അവതരിച്ചിരിക്കുന്ന സമയം. ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടാൻ ശവ്വാൽ 1 മുതലേ പറ്റുള്ളൂ. റജബ് മാസം, റമദാൻ മാസം ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ പറ്റൂല. ഹജ്ജിന് ഇഹ്റാം കെട്ടാം ശവ്വാൽ 1 മുതൽ. ചെറിയ പെരുന്നാളും കഴിഞ്ഞിട്ട് തുണിയുമായി മാറ്റി വന്ന് ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ ലബ്ബൈക വെച്ചത് 2.5 മാസം ഇഹ്റാമിൽ കഴിച്ചു കൂട്ടാം, അനുവാദമുണ്ട്. ശഅബാൻ മാസം, ശവ്വാൽ മാസം. പിന്നെ 6 നോമ്പ് നിശ്ചയിക്കപ്പെട്ടത് ശവ്വാൽ മാസത്തിലാണ്. അപ്പൊ ആദർശവുമായി അനുഷ്ഠാനവുമായി. തൊട്ടടുത്തത് ദുൽഖഅദ മാസമാണ്. ദുൽഖഅദ ആദർശത്തിൻ്റെത് മാത്രമാണ്, അനുഷ്ഠാനത്തിൻ്റെതല്ല. റജബ് പോലെ ദുൽഖഅദ മാസത്തെ അംഗീകരിച്ചു കൊടുക്കൽ നമുക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്, ബഹുമാനിക്കൽ. ഒരു ഇബാദത്തും ദുൽഖഅദ മാസത്തിൽ തർത്തീബാക്കി തന്നിട്ടില്ല. തൊട്ടടുത്ത മാസം ദുൽഹജ്ജ് മാസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദർശത്തിൻ്റെതുമാണ്, അനുഷ്ഠാനത്തിൻ്റെതുമാണ്. ദുൽഹജ്ജ് മാസത്തിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന അമലുകൾ ഒരുപാടാണ്. 1 മുതൽ 10 വരെയുള്ള ദിവസം അറഫ, മുസ്ദലിഫ, മിന, ഹജ്ജ്, ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ഹജ്ജ് മാസത്തിലാണ്. അപ്പൊ ആദരിക്കുകയും ചെയ്യണം ഹജ്ജ് മാസത്തെ. അതേപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ കൃത്യമായി പറയപ്പെട്ടതുപോലെ നിർവഹിക്കുകയും ചെയ്യണം. അത് ഇബാദത്താണ്. എന്തുകൊണ്ട്? ആ മാസത്തെ ശരീഅത്തുമായിട്ട് ഈമാനൻ വ അഅ്മാല, ഈമാൻ കൊണ്ടും അമൽ കൊണ്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല. അതുകൊണ്ട് തൊട്ടടുത്ത മാസം മുഹറം മാസമാണ്. നമ്മൾ പറഞ്ഞു ആദർശത്തിന്റെ മാസമാണ്, അനുഷ്ഠാനത്തിന്റെ മാസമാണ്. മുഹറം 1 മുതൽ 10 വരെ അല്ലെങ്കിൽ 11 വരെ നോമ്പനുഷ്ഠിക്കാം. 9, 10, 11 പ്രത്യേകിച്ചിട്ട് 10, 11 അതേപോലെ, 10 മാത്രം അതേപോലെ. അങ്ങനെ ഇബാദത്ത് വർദ്ധിപ്പിക്കാനും നോമ്പ് കൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പറ്റിയ മാസമാണ് മുഹറം. മുഹറത്തോടുകൂടി അത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത മാസം സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ. ഈ 5 മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഈ 5 മാസത്തിന് ശരീഅത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ചരിത്രപരമായി വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്നെ അനുഗ്രഹിക്കട്ടെ. പ്രകാശിക്കുന്ന ഈമാൻ തന്ന അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഈമാൻ പ്രകാശിക്കാൻ പാകമായ അഅ്മാലുകളെ കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, അതേപോലെ തന്നെ ചെറുതും വലുതുമായ പല രോഗങ്ങളെ കൊണ്ടും വിഷമിക്കുന്നവർ,
പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് വ്യാധികൾ അല്ലാഹു തആല ഇന്ന് തത്തിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല എന്താണ് അതിന്റെ പിറകിലുള്ളതെന്ന്. ഡോക്ടർമാർക്ക് പോലും മനസ്സിലാവാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. ചിലർ ആശുപത്രികളിലാണ്, ചിലർ ചികിത്സയില്ലാതെ വീടുകളിൽ കഴിയുകയാണ്. എല്ലാവർക്കും അള്ളാഹു അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, അവന്റെ ഖുദ്റത്ത് കൊണ്ട് അസ്ബാബുകളെ പരിഗണിക്കാതെ ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ബാപ്പ ഉമ്മമാര്, അതേപോലെ തന്നെ ഭാര്യ, മക്കള്, ജേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര്, കൂട്ടുകുടുംബാദികള്, ബന്ധുക്കള് അള്ളാഹുവിന്റെ അടുക്കലാണ്. ചിലർ അള്ളാഹുവിന്റെ അടുത്ത് നല്ല സന്തോഷത്തിലാണ്, മറ്റു ചിലർ എന്തോ കാരണത്താൽ വളരെ അകലത്തിൽ ദൂരത്തിൽ കഴിയുകയാണ്. അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് എല്ലാവരെയും അവന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന മുഅ്മിനീങ്ങളോടൊപ്പം ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ആ ചെറിയ ന്യൂനപക്ഷം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചെറിയ ന്യൂനപക്ഷം, അവരോടൊപ്പം ചെന്ന് ചേരാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല അതിന്റെ സൗഭാഗ്യം നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നസീബാക്കി തരട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തള ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارض عن خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم اشفنا واشف أمراضنا وأمراض مرضانا ومرضى المسلمين. اللهم شفاء لا يغادر سقما ولا علما. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم الف بين قلوب المسلمين الموحدين. اللهم اصلح ذات بينهم يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على خير خلقه محمد واله وصحبه اجمعين.